ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 28-ാം അധ്യായം 10-11 വാക്യങ്ങൾ നമുക്ക് ആദ്യം വായിക്കാം. എന്നാൽ യാക്കോബ് ബെർശേബയിൽ നിന്ന് പുറപ്പെട്ട് ഹാരാനിലേക്ക് പോയി. അവനൊരു സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിക്കൊണ്ട് അവിടെ രാപാർത്തു. അവൻ ആ സ്ഥലത്തെ കല്ലുകളിലൊന്നെടുത്ത് തലേണിയായി വെച്ച് അവിടെ കിടന്നുറങ്ങി. യാക്കോബിൻ്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചു എന്നാണ് ആ വാക്യം നമുക്ക് തരുന്നതായ മുന്നറിയിപ്പ്. അതെന്താണ് മുന്നറിയിപ്പായത്? സൂര്യൻ അസ്തമിച്ചു, ജീവിതത്തിൻ്റെ സന്തോഷങ്ങൾ തീരുകയാണ്, ജീവിതത്തിൻ്റെ കെട്ടുറപ്പ് ഉലയുകയാണ്, ജീവിതത്തിൻ്റെ ധൈര്യം ചോരുകയാണ്. ജീവിതത്തിലുണ്ടായിരുന്ന മനസ്സിൻ്റെ സമാധാനം തീർത്തും നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കുടുംബം പോയിരിക്കുന്നു, അമ്മ വിട്ടുപോയിരിക്കുന്നു. അങ്ങ് ദൂരെ അമ്മ 70 മൈൽ ദൂരെ ബേർശേബയിലാണ്. അപ്പൻ വിട്ടുപോയിരിക്കുന്നു, അപ്പനും 70 മൈൽ ദൂരെ ബേർശേബയിലാണ്. യാക്കോബ് ഈ സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. അക്ഷരികമായി സൂര്യൻ അസ്തമിച്ചു, ശരിയാണ്. പക്ഷേ യാക്കോബിൻ്റെ ജീവിതത്തിൻ്റെ സന്തോഷം അസ്തമിച്ചു, സമാധാനം അസ്തമിച്ചു, ധൈര്യം അസ്തമിച്ചു, ഹൃദയത്തിനുണ്ടായിരുന്നതായ പ്രസാദാത്മകത്വം നിശ്ശേഷം അസ്തമിച്ചു. കൂരിരുൾ വ്യാപിക്കുന്നത് പോലെ യാക്കോബിൻ്റെ ഹൃദയത്തിൽ മ്ലാനത വ്യാപിച്ചു വരികയാണ്. ഞാൻ ഒറ്റപ്പെട്ടു പോയല്ലോ എന്നുള്ള സങ്കടം, ഞാൻ ആരുമില്ലാത്തവനായി പോയല്ലോ എന്നുള്ള സങ്കടം, വീട് വിട്ട് ഓടിപ്പോകേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടം, അനാഥനെ പോലെ ഞാൻ അലയേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടം, ഈ ചെറുപ്രായത്തിൽ തന്നെ ഞാൻ അഗതിയെപ്പോലെ ഓടി ഓടി അകലേണ്ടി വന്നല്ലോ എന്നുള്ള സങ്കടം, ഇനി എൻ്റെ അപ്പനെ കാണുമോ എൻ്റെ അമ്മയെ കാണുമോ അറിയില്ലല്ലോ, ഞാൻ എന്നാണ് ഇനി എൻ്റെ അമ്മയുടെ അടുക്കലേക്ക് വരാൻ ഒക്കുക, അറിയാൻ വയ്യല്ലോ എന്നുള്ള സങ്കടം. ഹൃദയം നിറയെ മ്ലാനതയാണ്, മനസ്സ് നിറയെ വിഷാദഭാവമാണ്, മനസ്സിൽ സ്ഥൈര്യം ചോർന്നുപോയി, മനസ്സിൻ്റെ സന്തോഷം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ,
ഈ വാക്കുകൾ നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ അനേകരുടെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ് എന്ന് ആ പരമസത്യം നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നല്ലത്. സൂര്യൻ അസ്തമിച്ചു പോയി. ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ്, അപകർഷതാബോധം കൊണ്ട് സൂര്യൻ അസ്തമിച്ച അനുഭവത്തിൽ കഴിയുന്ന അനേകരുണ്ട്. അപകർഷതാബോധം, എനിക്ക് ആരോഗ്യമില്ലല്ലോ എന്നുള്ള അപകർഷതാബോധം, എനിക്ക് സൗന്ദര്യമില്ലല്ലോ എന്നുള്ള അപകർഷതാബോധം, എനിക്ക് അപ്പനില്ലല്ലോ എന്നുള്ള അപകർഷതാബോധം, എനിക്ക് പഠിക്കാൻ ബുദ്ധിയില്ലല്ലോ എന്നുള്ള അപകർഷതാബോധം. എൻ്റെ കർത്താവേ, ഞാൻ മറ്റുള്ളവരെ പോലെയെല്ലാം സന്തോഷമായി കളിച്ച് ഉല്ലസിച്ച് ഓടി നടന്നവനാണ്, പക്ഷേ ഞാനിന്ന് ഏറ്റവും ദയനീയമായ അവസ്ഥയിലായല്ലോ എന്നുള്ളതായ അപകർഷതാബോധം. എൻ്റെ അമ്മ എന്നെ വിട്ടുപോയല്ലോ എന്നുള്ളതായ അപകർഷതാബോധം. അനേകം കാര്യങ്ങളിൽ മനസ്സിങ്ങനെ ഉഷ്ണിച്ച് വലയുന്നവരാണ് നിങ്ങൾ ഓരോരുത്തരും. എല്ലാം ഉണ്ട്, പക്ഷേ സമാധാനം മാത്രമില്ല. ലോകത്തിൽ മനുഷ്യൻ നേടിയെടുക്കാവുന്ന പലതും നേടിയെടുത്തു, പക്ഷേ സന്തോഷം മാത്രം കിട്ടുന്നില്ല. ഹൃദയത്തിലൊരു ഉറപ്പില്ല. ഹൃദയം ശൂന്യമാണ്. സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ്. സൂര്യൻ ഇരുണ്ടുപോയിരിക്കുകയാണ്. കൂരിരുൾ വ്യാപിച്ചിരിക്കുകയാണ്. മനോമണ്ഡലമാകെ കൂരിരുൾ വ്യാപിച്ച്, നിരാശ വ്യാപിച്ച്, ദുഃഖം തളം കെട്ടിയിരിക്കുന്നവർ ഈ വാക്കുകളെ കേൾക്കുമ്പോൾ ഓർക്കൂ, നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് അസ്തമിച്ചിരിക്കുന്ന സൂര്യൻ ഉദിക്കുന്ന ഒരു നല്ല ദിവസം വരാൻ പോകുന്നു. 20 വർഷങ്ങൾക്ക് ശേഷമാണ് യാക്കോബിൻ്റെ ജീവിതത്തിൽ പിന്നെ ആ സൂര്യൻ ഉദിച്ചത്. 20 വർഷങ്ങൾ, സംഭവവിപുലമായ കാലയളവ്. എന്തെന്ത് സംഭവങ്ങളിലൂടെയാണ് ജീവിതം പിന്നെ നീങ്ങിയത്. എന്ത് യാതനാഭരിതമായ ജീവിതമായിരുന്നു, എന്ത് കഷ്ടപ്പാടുള്ള ജീവിതമായിരുന്നു. ഹൃദയം നിരാശമുറ്റിയ അനുഭവങ്ങളായിരുന്നു. കബളിപ്പിക്കപ്പെട്ട അനുഭവങ്ങൾ, മറ്റുള്ളവരിൽ നിന്ന് എതിർപ്പുണ്ടായ അനുഭവങ്ങൾ, കുത്തിത്തിരിപ്പുണ്ടായ അനുഭവങ്ങൾ, ചിലരെല്ലാം വിദ്വേഷിച്ച അനുഭവങ്ങൾ, ചിലരെല്ലാം നഷ്ടം വരുത്താൻ യത്നിച്ച അനുഭവങ്ങൾ, മനസ്സിനും ഈ ലോകജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾക്കുമെല്ലാം കേടുപറ്റിയ അവസരങ്ങൾ. എത്രയെത്ര യാതനാപൂരിതമായ അനുഭവങ്ങളിലൂടെയാണ് യാക്കോബ് ഓരോ ദിവസവും പിന്നെ തള്ളി നീക്കിയത്. എന്നാൽ അന്ന് ആ സ്ഥലത്തെത്തിയപ്പോൾ, സ്വന്തം വീട്ടിൽ നിന്ന് അകലെ 70 മൈൽ അകലെ ലൂസ് എന്ന സ്ഥലത്തെത്തിയപ്പോൾ സൂര്യൻ അസ്തമിച്ചു. പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് ഞാൻ പറയട്ടെ, യാക്കോബിൻ്റെ ജീവിതത്തിൽ സൂര്യൻ അസ്തമിച്ചപ്പോൾ, അവൻ്റെ ജീവിതം ഇരുണ്ടുപോയപ്പോൾ, അപകർഷതാബോധം വന്ന് അവന് വലയം ചെയ്തപ്പോൾ, ജീവിതം മ്ലാനത തളം കെട്ടിയപ്പോൾ, ആ സമയത്ത് അവനെ സന്ദർശിപ്പാൻ സ്വർഗം തിരുമനസ്സായി. അവൻ്റെ മുൻപിൽ സ്വർഗം തുറന്നു. നിങ്ങൾ മറക്കരുത്, നിങ്ങൾ ക്ഷീണിതരാകുമ്പോൾ, നിങ്ങൾ വലഞ്ഞു പോകുമ്പോൾ, നിങ്ങൾ തളർന്നു പോകുമ്പോൾ, നിങ്ങൾ ദുഃഖാകുലരാകുമ്പോൾ ദൈവം നിങ്ങളെ മറക്കുന്നില്ല. ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുന്നില്ല. ദൈവം നിങ്ങളെ തേടി വരികയും നിങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനാവുകയും ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. എൻ്റെ ജീവിതത്തിലെ സന്തോഷം പോയല്ലോ എന്ന് ദുഃഖാക്രാന്തനായി വിലപിക്കുന്ന ദൈവദാസൻ്റെ അരികിലേക്ക് സ്വർഗം തുറന്ന് ദൈവം പ്രത്യക്ഷനാകുന്നു. ഇതെന്തൊരു ഭാഗ്യമാണിത്. ദൈവത്തിൻ്റെ കരുണ എന്ന് പറയുന്നതാണ്. നമ്മുടെ യോഗ്യത നോക്കിയല്ല ദൈവത്തിൻ്റെ കരുണ നമ്മെ സന്ദർശിക്കുന്നത്. നമുക്ക് അർഹതയില്ല. ദൈവത്തിൻ്റെ ഒരു ശബ്ദം കേൾപ്പാൻ നമുക്ക് യോഗ്യതയില്ല. ദൈവമേ എന്ന് വിളിക്കാൻ പോലും നമുക്ക് അർഹതയില്ല. സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവേ എന്ന് വിളിക്കാൻ നാം ആരാണ്? അപ്പൻ്റെ ഏതെങ്കിലും ഛായയും മോനുണ്ടോ? സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്നാണ് നാം വിളിക്കുന്നത്. സ്വർഗത്തിലെ അപ്പ എന്നാണ് വിളിക്കുന്നത്. ദൈവമേ നീ പരിശുദ്ധനാകുമെന്നാണ് പറയുന്നത്. ഇതൊക്കെ പറയാനുള്ള വിശുദ്ധി എൻ്റെ ചുണ്ടുകൾക്കുണ്ടോ? ദൈവത്തെ പരിശുദ്ധനെന്ന് പാടാൻ ഈ ചുണ്ടുകൾക്ക് അർഹതയുണ്ടോ? ബലവാനേ നീ പരിശുദ്ധനാകുന്നു, മരണമില്ലാത്തവനെ നീ പരിശുദ്ധനാകുന്നു, ഇങ്ങനെ ഉച്ചരിപ്പാൻ ഞാൻ ആരാണ്? പ്രിയപ്പെട്ടവരെ, മനുഷ്യൻ അർഹതയുള്ളവനല്ല. മനുഷ്യൻ യോഗ്യതയുള്ളവനല്ല. ദൈവമേ എന്ന് വിളിക്കാൻ പോലും അർഹതയുള്ളവനല്ല. അപ്പായി എന്ന് വിളിക്കാൻ ഒരു കാരണവശാലും യോഗ്യനല്ല. എങ്കിലും നമ്മെ തേടി വരുന്നതായ സ്നേഹം. സൂര്യൻ അസ്തമിച്ചിരിക്കുകയാണ്. ദുഃഖം ജീവിതത്തെ ഇങ്ങനെ വലയം ചെയ്ത് നിൽക്കുകയാണ്. സങ്കടത്തിൽ ഇങ്ങനെ വിഷാദഭരിതനായി അഴലുകയാണ്. അപ്പോഴാണ് സ്വർഗം പ്രത്യക്ഷപ്പെടുന്നത്. സ്വർഗസ്ഥനായി ദൈവം പ്രത്യക്ഷപ്പെടുന്നത്, സ്വർഗം തുറക്കുന്നത്. നിങ്ങൾ മറക്കരുത്, എനിക്ക് ആരുമില്ല എന്ന് നിങ്ങൾ ഓർക്കുമ്പോൾ
അപ്പോൾ സ്വർഗം നിങ്ങളുടെ മുന്നിൽ തുറക്കുകയാണ്. ഞാൻ ഏകാഗിയാണല്ലോ എന്ന് നിങ്ങൾ ഓർക്കുമ്പോൾ അപ്പോൾ സ്വർഗം നിങ്ങളുടെ മുന്നിൽ തുറക്കുകയാണ്. ഞാൻ അനാഥനാണല്ലോ എന്ന് നിങ്ങൾ ഓർക്കുമ്പോൾ അപ്പോൾ സ്വർഗം നിങ്ങളുടെ മുന്നിൽ തുറക്കുകയാണ്. അപ്പോൾ ദൈവം നിങ്ങളെ വിട്ട് പോവുകയല്ല, ദൈവം നിങ്ങൾ അകന്നു പോവുകയല്ല. നിങ്ങളുടെ ജീവിതത്തിൽ തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ട്, കബളിപ്പിക്കലുകൾ നടന്നിട്ടുണ്ട്, വ്യാജങ്ങൾ സംഭവിച്ചിട്ടുണ്ട്, കാപട്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അപ്പനെ അനുസരിക്കാതെയും അപ്പനെ തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിലും പലതും സംഭവിച്ചു പോയിട്ടുണ്ട്. പല കാര്യങ്ങളിൽ തെറ്റുകൾ സംഭവിച്ചു പോയിട്ടുണ്ട്. നിത്യനായ ദൈവം നോക്കുമ്പോൾ സങ്കടപ്പെടുന്ന കാര്യങ്ങൾ, ദൈവത്തിൻ്റെ മനോഭാവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പലതും നിങ്ങളിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ദൈവം നിങ്ങളെ ഉപേക്ഷിക്കുകയല്ല, ദൈവം നിങ്ങളെ മറികടന്ന് പോവുകയല്ല. ഇപ്പോൾ യാക്കോബ് അവിടെ ഉറങ്ങിക്കിടക്കുമ്പോൾ അപ്പോഴുണ്ട് സ്വർഗം തുറക്കുന്നു. സ്വർഗം തുറക്കുന്ന ഈ അനുഭവം, ദൈവത്തിന് സ്തോത്രം. നിത്യനായ ദൈവം ഇപ്പോൾ നിങ്ങൾ ഈ സമയത്ത് നിങ്ങളുടെ മുന്നിൽ നിങ്ങൾക്ക് വേണ്ടി സ്വർഗം തുറക്കുകയാണ്. നിങ്ങൾ വിശ്വസിക്കൂ. തിരുവചനം പറയുന്നു, ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിൻ്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും, അവൻ അവരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീരെല്ലാം തുടച്ചു കളയും. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. കണ്ണുനീര് തുടയ്ക്കുന്നൊരപ്പനുണ്ട്. നോക്ക്, കണ്ണുനീര് തുടച്ചു തരുന്നൊരപ്പൻ, വേദന ഒപ്പിയെടുക്കുന്നൊരു നല്ല പിതാവ്, നാം വേദനിച്ച് പിടയുമ്പോൾ പുറം തലോടി തലോടി തടവി തരുന്നൊരു നല്ല സ്നേഹനിധിയായ സ്വർഗീയ പിതാവ്. യാക്കോബ് ഏകനായി കിടക്കുകയായിരുന്നു, അവൻ തളർന്ന് അവശനായി കിടക്കുകയായിരുന്നു. ഞാനിങ്ങനെ ചിന്തിക്കും, പിഞ്ചു കുഞ്ഞ്, 1 or 2 വയസ്സ് പ്രായമുള്ള കുട്ടി, അല്ലെങ്കിൽ 3 or 4 വയസ്സ് പ്രായമുള്ള കുട്ടി, നല്ല രോഗമാണ്, നല്ലപോലെ പനിച്ച് വിറച്ച് കിടക്കുകയാണ്. ഒരു പുതപ്പ് കൊണ്ട് പുതച്ചിട്ടും കൊച്ചിൻ്റെ പനി മാറുന്നില്ല, വിറ മാറുന്നില്ല. വീണ്ടും ഒരു കമ്പിളി പുതപ്പ് മൂടി ഇങ്ങനെ വിറച്ച് പനിച്ച് കിടക്കുകയാണ്. ഏതോ ചില അപശബ്ദങ്ങളിടയ്ക്ക് വരുന്നു, കാരണം രോഗം കൂടിക്കൂടി വരികയാണ്. ആ അമ്മ സങ്കടത്തോടെ വന്ന് ആ കുഞ്ഞിൻ്റെ അരികത്ത് വന്ന്, കുഞ്ഞ് പയ്യെ ഉറങ്ങുന്നുണ്ട്, ആ കുഞ്ഞിനെ ഉണർത്താതെ അങ്ങനെ നോക്കി നിൽക്കുന്നത്, അതൊരു ചിത്രമാണ്. ഇവിടെ ഈ വാക്കുകളെ കേൾക്കുന്ന നിങ്ങളിൽ ചിലർ അപ്പനാണ്, അമ്മയാണ്, സഹോദരങ്ങളാണ്. നിങ്ങൾക്ക് മനസ്സിലാകും, നിങ്ങൾക്കും ഇതുപോലുള്ളതായ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. കുഞ്ഞിങ്ങനെ വേദനിച്ച് പെടഞ്ഞ് കിടക്കുകയാണ്, അതിവേദനപ്പെട്ട് കിടക്കുകയാണ്. നിങ്ങൾ പയ്യെ ആ കുഞ്ഞ് ഉറങ്ങുന്ന സമയത്ത് വേദനയുടെ ആ പാരവശ്യം മുഖത്ത് ഇങ്ങനെ നെളിക്കുന്നുണ്ട്. നിങ്ങൾ അടുക്കൽ ചെന്ന് ഇമവട്ട നോക്കി നിൽക്കുന്നു. നിങ്ങൾ നോക്കി നിൽക്കുകയാണ്. എന്താണത്? നിങ്ങളുടെ ഹൃദയത്തിൽ ആ കുഞ്ഞനുഭവിക്കുന്ന വേദനയേക്കാൾ വലിയ വേദന നിങ്ങൾ അനുഭവിക്കുന്നു. ആ കുഞ്ഞിൻ്റെ വേദനയിൽ നിങ്ങളങ്ങോട്ട് ഇഴുകിച്ചേരുന്നു. ആ വേദനയിൽ നിങ്ങളങ്ങ് താതാത്മ്യം പ്രാപിക്കുന്നു. ആ വേദനയിൽ നിങ്ങളങ്ങ് അലിഞ്ഞു ചേരുന്നു. എന്നിട്ട് നിങ്ങളുടെ ഹൃദയം അങ്ങ് വിതുമ്പിക്കൊണ്ട് നിങ്ങൾ ആ കുഞ്ഞിനിങ്ങനെ നോക്കി നിൽക്കുകയാണ്. നിങ്ങൾക്ക് ഉറക്കം വരുന്നില്ല, ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണിമയ്ക്കാതെ നിങ്ങളിങ്ങനെ നോക്കി നിൽക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്താണ് ഈ പറയുന്നത്? സ്വർഗത്തിലെ അപ്പൻ തൻ്റെ പ്രിയ മകൻ ഇവിടെ ഭൂമിയിൽ ഒരു കല്ല് തലണിയാക്കി വെച്ച് വളരെ ക്ഷീണിതനായി അവശനായി തളർന്ന് കിടന്ന് ഉറങ്ങുന്നത് നോക്കിക്കൊണ്ട് സ്വർഗത്തിൽ നിന്ന് തുറന്ന് ഭൂമിയിലേക്ക് ഉറ്റുനോക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കാഴ്ച നിങ്ങൾ കാണുക. ഈ ദൈവം സ്നേഹമാണ്, സ്നേഹവാനായ ദൈവം. നിങ്ങൾ വേദനിച്ച് പിടയുമ്പോൾ, നിങ്ങൾ സങ്കടപ്പെട്ട് ഞരങ്ങുമ്പോൾ, നിങ്ങൾ രോഗത്തിൻ്റെ ആവലാതിയിൽപ്പെട്ട് ഉഴലുമ്പോൾ, വേദന കൊണ്ട് ശരീരം പുളയുമ്പോൾ, മനസ്സ് ദുഃഖവിവശമായി അഴലുമ്പോൾ, അപ്പോൾ നിങ്ങളുടെ അരികത്ത് വരുന്നവനാണ് ഈ ദൈവം. സ്നേഹമാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? സ്നേഹവാനായ ദൈവം. നിങ്ങൾ ഒരുപക്ഷെ ചിന്തിച്ചു പോയിട്ടുണ്ടാകും, എൻ്റെ തെറ്റ് കണ്ടുപിടിക്കുന്ന ദൈവമെന്ന്, എൻ്റെ കുറ്റം പറയും ദൈവമെന്ന്, എന്നെ എപ്പോഴും തെറ്റെന്തുണ്ട് നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ക്രൂര മനുഷ്യനെന്ന്, അല്ലെങ്കിൽ ക്രൂരമായ ഒരു പ്രകൃതിയെന്ന് നിങ്ങൾക്കങ്ങനെ തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ടവരെ, നിങ്ങളോട് പറയട്ടെ, ഒരിക്കലും നിങ്ങളങ്ങനെ ചിന്തിക്കരുത്. ഒരു മനുഷ്യ പ്രകൃതിയിൽ ദൈവത്തെ കാണരുത്. മനുഷ്യൻ്റെ ക്രൂരതയിൽ ദൈവത്തെ കാണരുത്. മനുഷ്യൻ്റെ കഠിനതയിൽ ദൈവത്തെ കാണരുത്. ദൈവം സ്നേഹം മാത്രമാണ്. ദൈവത്തിന് സ്നേഹിക്കാനേ കഴിയൂ, സഹതപിക്കാനേ കഴിയൂ. ദൈവം മനസ്സലിയുള്ളവനാണ്. അപ്പോസ്തലനായ പൗലോസ് പറയും, മനസ്സലിയുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവമെന്ന്. മനസ്സലിയുള്ള പിതാവ് സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവം. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോഴാണ് അപ്പോസ്തലൻ ഈ വാക്ക് പറയുന്നത്. മനസ്സലിയുള്ള പിതാവും സർവ്വ ആശ്വാസവും നൽകുന്ന ദൈവം. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇപ്പോൾ ഈ സമയത്ത് ആ സ്നേഹവാനായ ദൈവം നിങ്ങളെ തന്നെ നോക്കി നിൽക്കും. നിങ്ങൾ വിചാരിക്കൂ, നിങ്ങൾ വിശ്വസിക്കൂ. നിങ്ങളുടെ അരികത്ത് നിങ്ങളെ തന്നെ നോക്കിക്കൊണ്ട്, നിങ്ങളുടെ മുഖത്തേക്ക്
നിങ്ങളുടെ ബുദ്ധിയിലേക്ക്, നിങ്ങളുടെ ചിന്തയിലേക്ക്, നിങ്ങളുടെ ഹൃദയത്തിലേക്ക്, നിങ്ങളുടെ ഉള്ളത്തിലേക്ക്, നിങ്ങളുടെ അബോധ മനസ്സിൻ്റെ തലങ്ങളിലേക്ക് നോക്കിക്കൊണ്ട് ദൈവം നിൽക്കുകയാണ്. നിങ്ങളെ ആകമാനം ദൈവം കാണുകയാണ്. നിങ്ങളുടെ പോരായ്മകൾ ദൈവം കാണുകയാണ്. നിങ്ങളുടെ പ്രയാസങ്ങൾ ദൈവം കാണുകയാണ്. നിങ്ങളുടെ വേദനകൾ ദൈവം കാണുകയാണ്. നിങ്ങളുടെ ഏങ്ങലടികൾ ദൈവം ശ്രദ്ധിക്കുകയാണ്. നിങ്ങളുടെ ചൂട് നെടുവീർപ്പുകൾ ദൈവം ഒപ്പിയെടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, എന്തിനാണ് ഈ ദൈവം നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലായോ? അവൻ്റെ കരം നിങ്ങളുടെ കണ്ണുനീര് തുടയ്ക്കാനാണ്, നിങ്ങളുടെ കഷ്ടപ്പാട് മാറ്റാനാണ്, നിങ്ങളുടെ രോഗം ശമിപ്പിക്കാനാണ്, നിങ്ങൾക്ക് സൗഖ്യം തരാനാണ്, നിങ്ങളുടെ കുടുംബത്തിലേക്ക് സമാധാനം പകരാനാണ്, നിങ്ങളുടെ മക്കൾക്ക് ആശ്വാസം നൽകാനാണ്. നേർവഴി വിട്ട് തെറ്റി വേണ്ടാത്ത വഴിയിലൂടെ പോകുന്ന മക്കളെ നേർപ്പാതയിലേക്ക് തിരികെ കൊണ്ടുവരാനാണ്. നിങ്ങളെ നിലത്തിൽ നടത്താനാണ്. ശുഭകരമായി നടപ്പാൻ നിങ്ങളെ അഭ്യസിപ്പിക്കാനാണ്. സ്നേഹവാനായ ദൈവം, കാരുണ്യവാനായ ദൈവം, അൻപാർന്ന ഹൃദയമുള്ള ദൈവം, ആ സ്നേഹമുള്ള ഹൃദയം നിങ്ങളെ നോക്കി വിതുമ്പുകയാണ്. അവന് നിങ്ങളെ താങ്ങണമെന്നുണ്ട്, അവന് നിങ്ങളെ സഹായിക്കണമെന്നുണ്ട്, അവന് നിങ്ങളുടെ തലമേൽ കരം വെച്ച് അനുഗ്രഹിക്കണമെന്നുണ്ട്, അവന് നിങ്ങളുടെ പുറം തലോടണമെന്നുണ്ട്, അവന് നിങ്ങളെ മാറോട് അണയ്ക്കണമെന്നുണ്ട്. യോഹന്നാൻ ചാരിയ മാറിൽ, ജീവനുള്ള ക്രിസ്തുവിൻ്റെ തിരുമാറിൽ യോഹന്നാൻ ശ്ലീഹാ ചാരിയല്ലോ, ആ യോഹന്നാൻ ശ്ലീഹാ ചാരിയ മാറിൽ നിങ്ങളെ അണച്ച് തലോടുവാൻ ദൈവത്തിന് ആഗ്രഹമാണ്. പ്രിയപ്പെട്ടവരെ, സ്നേഹവാനായ ദൈവം യാക്കോബിനെ ഉറ്റുനോക്കി. ദൈവത്തിന് സ്തോത്രം. യാക്കോബ് അപ്പോൾ കാണും ദർശനം എന്താണ്? വായിക്കാം 12-ാം വാക്യം മുതൽ. അവൻ ഒരു സ്വപ്നം കണ്ടു. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു കോവണി. ഇതാ ഭൂമിയിൽ വെച്ചിരിക്കുന്ന ഒരു ഗോവണി. കഴിഞ്ഞ 2-3 പ്രസംഗങ്ങളിൽ ഇത് പറഞ്ഞതാണെങ്കിലും എനിക്ക് പറഞ്ഞിട്ടും തീരുന്നില്ല. എൻ്റെ ഹൃദയം നിറഞ്ഞു നിൽക്കുകയാണ്. ഭൂമിയിൽ വെച്ചിരിക്കുന്ന ആ ഒരു ഗോവണി, എൻ്റെ ദൈവമേ, ആ ഗോവണിയുടെ താഴെ തല ഈ ഭൂമിയിൽ തൊട്ടിരിക്കുന്നു. ഭൂമിയിൽ തൊട്ടിട്ടുണ്ട്, പക്ഷേ അതിൻ്റെ മുകളിലത്തെ അറ്റം അങ്ങ് സ്വർഗത്തിലാണ്. ദൈവത്തിന് സ്തോത്രം. സ്വർഗത്തോളം എത്തുന്ന ഗോവണി, ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് കയറിപ്പോകാനുള്ള ഗോവണി, സ്വർഗത്തിൽ നിന്ന് കൂടെ ഭൂമിയിലേക്ക് ഇറങ്ങി വരാനുള്ള ഗോവണി. എൻ്റെ ദൈവമേ, എന്താണിത്? ദൈവത്തിന് സ്തോത്രം. പാവപ്പെട്ട മനുഷ്യനെ തേടിയും പാവപ്പെട്ട മനുഷ്യനെ സഹായിക്കാൻ ആഗ്രഹിച്ചും സ്വർഗത്തിൽ നിന്ന് ഭൂമിയിലേക്ക് കൂടെ ഇറങ്ങി വരാനുള്ള ഗോവണിയാണത്. ദൈവത്തിന് സ്തോത്രം. ദൈവവൈതലേ, നിന്നെ പിടിച്ച് മുകളിലേക്ക് കയറ്റിക്കൊണ്ടു പോകാനുള്ള ഗോവണിയാണത്. നിന്നെ മുകളിലേക്ക് ഇങ്ങനെ ഓരോ ചുവട് വെപ്പിച്ച് കയറ്റിക്കൊണ്ട് പോകാൻ ആ സ്നേഹമുള്ള ഗോവണിയാണ് ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്നത്. ഈ ഗോവണി ഏതാണ്? ചരിത്രത്തിൻ്റെ നെറുകയിൽ വെച്ചതായ ഗോവണി ഏതാണ്? കാലത്തിൻ്റെ ആ മൂർധാവിൽ വെച്ച ഗോവണി ഏതാണ്? പ്രിയപ്പെട്ടവരെ, ഏതാണ് ഈ ഗോവണി? നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഈ ഗോവണി കർത്താവായ യേശുവാണ്. ചക്രവാളത്തിൻ്റെ അതിരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കുന്ന മനുഷ്യൻ്റെ മസ്തിഷ്കത്തിൽ അത്ഭുതകരമായ രൂപാന്തരം വരുത്തുവാൻ പോന്നതായി ഈ ഗോവണി. ദൈവത്തിന് സ്തോത്രം. മനുഷ്യൻ്റെ ചിന്താഗതിയിൽ അത്ഭുതകരമായ രൂപപരിണതി വരുത്തുവാൻ പോകുന്നതായി ഗോവണി. ദൈവത്തിന് സ്തോത്രം. മനുഷ്യ ജീവിതത്തെ ഇളക്കി മറിക്കാൻ പോകുന്നതായി ഗോവണി. മനുഷ്യനെ അത്ഭുതകരമായ രൂപാന്തരത്തിലേക്ക് നയിക്കുന്നതായി ഗോവണി. മനുഷ്യൻ്റെ സ്വഭാവത്തെ രൂപാന്തരപ്പെടുന്ന ഗോവണി, മനുഷ്യൻ്റെ ക്രൂരതയെ മാറ്റുന്ന ഗോവണി, മനുഷ്യൻ്റെ ദുഷ്ടതയെ ദൂരീകരിക്കുന്ന ഗോവണി, മനുഷ്യൻ്റെ അഹങ്കാരത്തെ നിശേഷം തകർത്ത് കളയുന്ന ഗോവണി. ദൈവവൈതലേ, ഈ ഗോവണി ഇന്ന് നിൻ്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിരിക്കുകയാണ്. യേശുവിൻ്റെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. അവൻ നിൻ്റെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. നിങ്ങൾ കേൾക്കുന്നത് ഒരു പ്രസംഗമല്ല, നിങ്ങൾ കേൾക്കുന്നത് ഒരു അനുഭവത്തിൻ്റെ സാക്ഷ്യമാണ്. ഹല്ലേലൂയ, ദൈവത്തിന് സ്തോത്രം. ജീവനുള്ള ക്രിസ്തു നിങ്ങളുടെ അരികത്ത് വന്ന് നിൽക്കുകയാണ്. നിങ്ങൾക്കിപ്പോൾ എന്തെല്ലാമാണോ പറയാനുള്ളത്, എന്തെല്ലാമാണോ അനുഭവിക്കാനുള്ളത്, എല്ലാം തരാനാണ് യേശു വന്നിരിക്കുന്നത്. എല്ലാ കൃപയും തരാനാണ് വന്നിരിക്കുന്നത്. നിങ്ങളെ സമീപിച്ചുകൊണ്ട് യേശു നിങ്ങളെ തഴുകാൻ തൻ്റെ കരം നീട്ടുകയാണ്. ആ കരത്തിലേക്ക് നിങ്ങൾ നോക്കാമോ? ആ കരം നിങ്ങൾക്ക് ശ്രദ്ധിക്കാമോ? ആ കരം ആണിപ്പാടുള്ള കരമാണ്. കരത്തിൽ ആണിയടിച്ച് തകർത്തതാണ്. ആ കരത്തിൽ രക്തം തുളിച്ച് നിൽക്കുന്നുണ്ട്. പച്ച രക്തം, എൻ്റെ ദൈവമേ, പരിശുദ്ധ രക്തം, പരിശുദ്ധൻ്റെ പരിശുദ്ധ രക്തം. ദൈവത്തിന് സ്തോത്രം. ലോകത്തിൻ്റെ രക്ഷിതാവിൻ്റെ തിരുരക്തം, ആ തിരുരക്തം പൊടിച്ച കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുകയാണ്. മോനെ, നിനക്ക് ഏതുമില്ലേ എന്നാണ് ചോദിക്കുന്നത്. കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ എന്ന് പ്രവാചകനായ യെരമ്യാവ് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ചോദിച്ചു. കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യം. വിലാപങ്ങളുടെ പുസ്തകം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ അങ്ങനൊരു വാക്യമാണ്. കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ, ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ? എൻ്റെ ഈ കൈകൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഏതുമില്ലയോ? എൻ്റെ ഈ മാറിൽ കുന്തം കൊണ്ട് കുത്തിയ തിരുവിലാവിലേക്ക് കുന്തം കൊണ്ട് കുത്തിയത്, ഈ മാറ് അതിൽ നിന്ന് രക്തം ഒഴുകിക്കൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കിത് ഏതുമില്ലയോ എന്നാണ് ചോദിക്കുന്നത്. എല്ലാവരും എന്നെ പരിഹസിക്കുന്നു, എല്ലാവരും എന്നെ ആക്ഷേപിക്കുന്നു. ഞാൻ
വേദന കൊണ്ട് പിടയുമ്പോഴും അവരെ തൂക്കുക തൂക്കുക എന്ന് അട്ടഹസിക്കുന്നു. മുഖത്ത് തുപ്പലേറ്റപ്പോഴും കന്നത്തടിയേറ്റപ്പോഴും മുഖത്ത് നിന്ന് രോമങ്ങൾ ഇങ്ങനെ വലിച്ചു വലിച്ച് പിഴുതെടുത്തപ്പോഴും എൻ്റെ ദൈവമേ എൻ്റെ ശരീരം വേദന കൊണ്ട് പൊളഞ്ഞപ്പോഴും അപ്പോഴും അവർ ഇവനെ കൊല്ലുക കൊല്ലുക തൂക്കുക തൂക്കുക എന്ന് പറയുന്നു. ഈ വേദനയുടെ പ്രതീകമായി നിന്ന് ഞാൻ നിങ്ങൾക്ക് ഏതുമില്ലയോ, കടന്നു പോകുന്ന ഏവരുമായുള്ളവരെ ഇത് നിങ്ങൾക്ക് ഏതുമില്ലയോ. ജനസമൂഹം കടന്നു പോവുകയാണ്, എല്ലാവരും തല കുലുക്കുകയാണ്. ദേവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയുന്നവനെ നീ ഇപ്പോൾ കുരിശിൽ നിന്ന് ഇറങ്ങി വാ എന്ന് പറഞ്ഞ് പലരും ആക്ഷേപിക്കുകയാണ്. ദേവാലയം പൊളിച്ച് 3 ദിവസം കൊണ്ട് പണിയാമെന്നല്ലേ നീ വീമ്പിളക്കിയത്, ഇപ്പോൾ എന്തായി? നീ ഇപ്പോൾ നിൻ്റെ അവസ്ഥ എന്തായി? പുച്ഛിക്കുകയാണ്, പരിഹസിക്കുകയാണ്. നീ വലിയ വലിയ കാര്യങ്ങൾ, വൻ കാര്യങ്ങൾ പ്രസ്താവിച്ചുവല്ലോ, എന്നിട്ട് എന്തായി? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾക്ക് എല്ലാവരും എൻ്റെ അടുക്കിലേക്ക് വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കുമെന്നെല്ലാം പറഞ്ഞതല്ലേ, എന്നിട്ടിപ്പോൾ എന്തായി? പ്രിയപ്പെട്ടവരെ, യേശു വേദനയിൽ പിടഞ്ഞുകൊണ്ട് കുരിശിന്മേൽ കിടന്നു. ദൈവത്തിന് സ്തോത്രം. വേദനയിൽ പിടഞ്ഞുകൊണ്ട് കുരിശിന്മേൽ കിടന്നു. കർത്താവായ യേശു ചരിത്രത്തിൻ്റെ മധ്യത്തിൽ കുരിശിന്മേൽ കിടന്നു. കർത്താവായ യേശു BC-യുടെയും AD-യുടെയും മധ്യത്തിൽ കുരിശിന്മേൽ കിടന്നു. കർത്താവായ യേശു കാലത്തിൻ്റെ മധ്യത്തിൽ കുരിശിന്മേൽ കിടന്നു. കർത്താവായ യേശു ഭൂമിയുടെ മധ്യത്തിൽ കുരിശിന്മേൽ കിടന്നു. കർത്താവായ യേശു ആകാശത്തിനും ഭൂമിക്കും മധ്യത്തിൽ കുരിശിന്മേൽ കിടന്നു. കർത്താവായ യേശു സ്വർഗീയ പിതാവിനും പാപിയായ മനുഷ്യനും മധ്യത്തിൽ കുരിശിന്മേൽ കിടന്നു. കർത്താവായ യേശു 2 കൊള്ളക്കാരുടെ മധ്യത്തിൽ കുരിശിന്മേൽ കിടന്നു. നിങ്ങൾക്കിത് ഏതുമില്ലയോ എന്നാണ് ചോദിക്കുന്നത്. ആ സമയത്ത് ജീവനുള്ള ക്രിസ്തു വേദനിച്ച് പിടയുന്ന സമയത്ത് കർത്താവ് കാതോർത്തോ? എനിക്ക് അറിഞ്ഞുകൂടാ. കർത്താവ് ശ്രദ്ധിച്ചോ? ആരെങ്കിലും ഒരു വാക്ക് മിണ്ടുന്നുണ്ടോ എന്ന്. ആ 18 കൊല്ലം കൂനിയായ സ്ത്രീ എങ്ങാനും മിണ്ടുന്നുണ്ടോ? അയ്യോ കർത്താവേ, നിനക്ക് ഇങ്ങനെ ഭവിക്കരുതേ എന്ന്. അപ്പോൾ ആ 12 കൊല്ലം രക്തവാർച്ച ഉണ്ടായിരുന്ന സ്ത്രീ സൗഖ്യം പ്രാപിച്ച് അവൾ അവിടെ എങ്ങാനും കരയുന്നുണ്ടോ? കർത്താവ് ശ്രദ്ധിച്ചോ? ശ്രദ്ധിച്ചോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാനത് ചിന്തിക്കുന്നില്ല. ശ്രദ്ധിച്ചു എന്നും ഞാൻ ചിന്തിക്കുന്നില്ല. പക്ഷേ ഞാൻ മറ്റൊന്ന് ചിന്തിക്കുന്നുണ്ട്. എൻ്റെ ദൈവമേ, ആ കൂട്ടത്തിൽ ദൈവത്തിന് സ്തോത്രം, അന്ന് എൻ്റെ സഹോദരങ്ങളെ, അന്ന് ഞാനവിടെ ഇല്ലായിരുന്നു, പക്ഷേ ഇന്ന് ഞാനിവിടെയുണ്ട്. ഇന്ന് ഞാനിവിടെ നിന്നുകൊണ്ട് പറയുകയാണ്, എൻ്റെ യേശുവേ, നീ വേദനിച്ച് പിടയുന്നത് എനിക്ക് വേണ്ടിയാണല്ലോ. എൻ്റെ പാപം നീ ചുമന്നാണല്ലോ, എൻ്റെ പാപം നീ വഹിച്ചാണല്ലോ. സ്വർഗത്തിൻ്റെ ഗോവണിയെ നീ ഇത് വഹിച്ചത് എനിക്ക് വേണ്ടിയാണല്ലോ. എന്നെ സ്വർഗത്തിലേക്ക് കയറ്റി കൊണ്ടുപോകാനാണല്ലോ. നരകാവകാശിയായ എന്നെ നരകത്തിൻ്റെ ഭീകര ചുഴിയിൽ നിന്ന് പൊക്കിയെടുത്ത് സ്വർഗത്തിലാക്കുവാനുള്ള നിത്യപിതാവിൻ്റെ അത്ഭുതകരമായ സ്നേഹത്തിൻ്റെ ദിവ്യ പ്രയത്നമായിരുന്നല്ലോ കർത്താവേ. എനിക്കിത് മനസ്സിലാകുന്നുണ്ട്. യേശുവേ, എന്നെ നീ സ്നേഹിച്ചല്ലോ, എന്നെ നീ വീണ്ടെടുത്തല്ലോ. എൻ്റെ യേശുവേ, നിനക്ക് സ്തുതി. കുരിശിലേക്ക് നോക്കിക്കൊണ്ട് സ്തുതിക്കാൻ തോന്നുന്നുണ്ടോ? ഈ കുരിശിൻ്റെ സ്നേഹത്തിലേക്ക് നോക്കിക്കൊണ്ട് വർണ്ണിപ്പാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? കുരിശിലെ മുറിവുകളിലേക്ക് നോക്കിക്കൊണ്ട്, എൻ്റെ യേശുവിൻ്റെ തിരുവിലാവിലേക്ക് നോക്കിക്കൊണ്ട് അവനെ സ്തുതിപ്പാൻ, അവനെ വർണ്ണിപ്പാൻ, അവനെ ആനന്ദത്തോടെ ആമോദത്തോടെ വാഴ്ത്തിപ്പാടാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? വീണ്ടെടുപ്പുകാരനെ സ്തുതിപ്പാൻ, ജീവനുള്ള ക്രിസ്തുവിനെ വർണ്ണിപ്പാൻ, ക്രിസ്തുവിനെ ആഘോഷത്തോടെ അവൻ്റെ വേല ചെയ്യാൻ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ആ കരം നിങ്ങളുടെ നേരെ നീട്ടിയിരിക്കുകയാണ്. ആ കരത്തിൽ ഇപ്പോൾ കാണുന്നത് ആണിപ്പാടുകളാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. യാക്കോബ് ഒരു ഗോവണിയാണ് കണ്ടത്. നാം കാണുന്നത് കർത്താവായ യേശുവിനെയാണ്. ദൈവത്തിന് സ്തോത്രം. തലമുറകൾ മാറി മാറിപ്പോയി, തലമുറകൾ കടന്നു പോയി. ഈ യേശു അത്ഭുത പുരുഷനായി അവനെന്നും ജീവിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആവശ്യക്കാരുടെ അടുക്കിലേക്ക് അവൻ ഓടിയെത്തുന്നു. അത്യാവശ്യക്കാരായി കരയുന്നവരുടെ അടുക്കിലേക്ക് അവൻ ഓടി അണയുന്നു. ഏകാഗികളായിരിക്കുന്നവരുടെ അടുക്കിലേക്ക് അവൻ ഓടി ചെല്ലുന്നു. സൂര്യൻ അസ്തമിച്ചവരുടെ അടുക്കിലേക്ക് അവൻ ഓടി ചെല്ലുന്നു. അന്ധതയിൽ വലയുന്നവരുടെ അടുക്കിലേക്ക് അവൻ ഓടി അണയുന്നു. ദൈവമേ, ഇരുളിൻ്റെ മറവിൽ വലഞ്ഞ് വിഷമിക്കുന്നവരുടെ അടുക്കിലേക്ക് അവൻ വരുന്നു. നിരാശയിൽ പുകഞ്ഞുകൊണ്ടിരിക്കുന്നവരുടെ അടുക്കിലേക്ക് അവൻ വരുന്നു. എൻ്റെ യേശു വലിയവനാണ്. എൻ്റെ യേശു കാരുണ്യവാനാണ്. എൻ്റെ യേശു സ്നേഹമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശു നിങ്ങളുടെ അരികത്തുണ്ട് എന്നറിഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം യേശുവിന് കൈമാറിക്കൊടുക്കാം, അങ്ങോട്ട് വെച്ച് കൊടുക്കാം. യേശുവേ, ഇത്രയും കാലം ഈ ജീവിതം പിശാചിൻ്റെ ഇഷ്ടത്തിന് താളം തുള്ളിയ ജീവിതമാണ്. യേശുവേ, ഇത്രയും കാലം ഈ ജീവിതം പാപത്തിന് വിട്ടുകൊടുത്ത ജീവിതമാണ്. ഇത്രയും കാലം പ്രാർത്ഥനയില്ലാത്ത ജീവിതമാണ്. ഇത്രയും കാലം സ്നേഹമില്ലാത്ത ജീവിതമാണ്. ഇത്രയും കാലം ലോകത്തിനും പ്രതാപത്തിനും പണത്തിനും വേണ്ടി മാത്രം ചെലവഴിച്ച ജീവിതമാണ്. ഇത്രയും കാലം ലോകസുഖങ്ങൾക്ക് വേണ്ടി ഓടിയ ജീവിതമാണ്. ഇത്രയും കാലം പലരെയും വേദനിപ്പിച്ച ജീവിതമാണ്. ഇത്രയും കാലം ചിലരുടെ എല്ലാ ഹൃദയത്തിൽ മുറിവേൽപ്പിച്ച ജീവിതമാണ്. ചിലരുടെ എല്ലാ ഹൃദയത്തിൽ ദുഃഖം വരുത്തിയ ജീവിതമാണ്. എൻ്റെ ദൈവമേ, ഇത്രയും കാലം അനേകർക്ക് വേദന നൽകിയ ജീവിതമാണ് ഉടയവനെ. എന്നാൽ ഇപ്പോൾ ഈ ജീവിതം പിശാചിൻ്റെ കയ്യിൽ നിന്ന് വിടുവിച്ച് യേശുവേ, നിൻ്റെ കരങ്ങളിലേക്ക് ഇതാ തരികയാണ്. നിൻ്റെ കരം എന്നെ പിടിച്ചുകൊള്ളണമേ. ശത്രു അടുക്കുകയില്ല കർത്താവേ. നിൻ്റെ കരം എന്നെ
തൊട്ടാൽ ദുഷ്ടപിശാച് സമീപിക്കുകയില്ലെന്ന് എനിക്കറിയാം. യേശുവേ, നിൻ്റെ കരം എന്നെ പിടിച്ചുകൊള്ളണമേ, ദുഷ്ടങ്കിൽ എന്നെ വിടുവിക്കണമേ, പരീക്ഷയിൽ എന്നെ പ്രവേശിപ്പിക്കരുതേ, എന്നെ നീ അണച്ചുകൊള്ളണമേ, എന്നെ ചേർത്തുകൊള്ളണമേ, എന്നെ നിന്റെ തിരുവിലാവിൽ ഒളിപ്പിച്ചുകൊള്ളണമേ, തിരുവിലാവിലെ തിരുരക്തത്തിൽ എന്നെ മറച്ചുകൊള്ളണമേ, എൻ്റെ മേൽ നിന്റെ കൃപ വന്ന് പൊതിയണമേ, എന്നെ നീ സ്വീകരിക്കണമേ, എന്നോട് നീ മനസ്സലിയണമേ. പ്രാർത്ഥിക്കൂ സഹോദരങ്ങളെ, നിങ്ങൾ തന്നെ ക്രിസ്തുവിനായി സമർപ്പിക്കൂ, ക്രിസ്തുവിനോട് വാക്ക് പറയൂ. യേശുവേ, ഇന്നു മുതൽ ഞാനൊരു പുതിയ സൃഷ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ ജീവനുള്ള ദൈവമേ, ഈ മനോഹരമായ സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ഞങ്ങൾ നിന്നെ സ്തോത്രം ചെയ്യുന്നു. ദിവ്യമായ ആലോചനകൾക്കായി സ്തോത്രം, സ്നേഹത്തിൻ്റെ സന്ദേശത്തിനായി സ്തോത്രം. എൻ്റെ കർത്താവേ, ഈ വചനം കേട്ട് എല്ലാവരെയും എൻ്റെ നാഥൻ തൃക്കരം വെച്ച് ആശീർവദിക്കണമേ കർത്താവേ, അനുഗ്രഹിക്കണമേ കർത്താവേ. ഭാരപ്പെടുന്നവരുണ്ടല്ലോ, ദുഃഖിച്ച് വലയുന്നവരുണ്ടല്ലോ, ഏകാഗികളായി അഴലുന്നവരുണ്ടല്ലോ, രോഗത്തിൽ വേദനിച്ച് പിടയുന്നവരുണ്ടല്ലോ, കുടുംബസമാധാനമില്ലാതെ വിഷമിച്ച് കഴിയുന്നവരുണ്ടല്ലോ. എൻ്റെ കർത്താവേ, നെടുവീർപ്പോടെ ഏങ്ങലടിയോടെ എൻ്റെ കർത്താവെ ഉള്ളു വിങ്ങി ഇരിക്കുന്നവരുണ്ടല്ലോ കർത്താവേ. എല്ലാവരെയും തഴുകണമേ, ആശ്വസിപ്പിക്കണമേ, അനുഗ്രഹിക്കണമേ, ഓരോരുത്തരുടെ മേലും തൃക്കരം വെക്കണമേ, എല്ലാവരെയും തിരുമാറോട് അണയ്ക്കണമേ, സ്വർഗീയ രാജ്യത്തിന് വേണ്ടി ഒരുക്കണമേ. അവിടുത്തെ രണ്ടാമത്തെ വരവിൽ വിശുദ്ധന്മാർ പറന്നുയരുമ്പോൾ ഈ നിൻ്റെ പ്രിയ മക്കളും പറന്നുയരാൻ ഇടയാക്കണമേ. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. സഭാഭേദം കൂടാതെ, സമുദായ വ്യത്യാസം കൂടാതെ, മതഭേദം കൂടാതെ എല്ലാവരെയും വാഴ്ത്തണമേ, അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ. യേശു ക്രിസ്തുവിൻ്റെ രാജകീയ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.